അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാരക്കച്ചാർ എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. കണ്ടു നോക്കിയൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പോഴെന്നെ ഉണ്ടാക്കുക, അപ്പോഴെന്നെ കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു അച്ചാറുണ്ടെങ്കിൽ അത് കാരക്കച്ചാറേ ഉള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം, സൽക്കാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേ തലേ ദിവസം തന്നെ ഈ ഒരു അച്ചാറിടും, പിറ്റേന്ന് ബിരിയാണീൻ്റെ കൂടെ വിളമ്പും. അത്ര ടേസ്റ്റുമാണ്, സൂപ്പറാണ്. മറ്റേ അച്ചാറിൻ്റെ ഒക്കെ പോലെ ഒരു 5-6 മാസം ഇരിക്കുക, അല്ലെങ്കിൽ ഒരു കൊല്ലം വരെ ഇരിക്കുക, അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ചടപടേന്ന് പറഞ്ഞുണ്ടാക്കുക, ചടപടേന്ന് പറഞ്ഞിട്ട് രുചിയോടെ കൂടെ കഴിക്കുക. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കാരക്കൻ്റെ അച്ചാർ തയ്യാറാക്കാനായിട്ട് കാരക്കനാണ് വേണ്ടത്. 300 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള കാരക്ക വാങ്ങിയാൽ മതി. നല്ലതാണെങ്കിൽ നല്ലത്, പിന്നെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് അങ്ങനെ കിട്ടുമല്ലോ, കുറച്ച് ക്വാളിറ്റി കുറഞ്ഞത്. അച്ചാറിനല്ല, കുഴപ്പമൊന്നുമില്ല, നല്ല കഴുകി വൃത്തിയാക്കിയാൽ മതി. ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചോളൂ. 300 ഗ്രാം എന്തായാലും വേണം കേട്ടോ. പിന്നെ പുളിൻ്റെ വെള്ളം വേണം, അതൊരു ബൗളോളം വേണം. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, കാരണം പുളിൻ്റെ വെള്ളം ഞാൻ ഫസ്റ്റത്തത് നല്ല കട്ടിക്ക് പിഴിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പിഴിയുന്നത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ, അത് ഈ കാരക്കൻ്റെ അച്ചാറിന് വേണ്ടിയിട്ടാണേ. കുറച്ച് ആൾക്കാർ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുളിഞ്ചി തയ്യാറാക്കാനായിട്ടായിരിക്കും അതിതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനൊന്നും മറുപടി കൊടുത്തിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ പുളിഞ്ചി അല്ല കേട്ടോ, കാരക്കൻ്റെ അച്ചാറിന് വേണ്ടിയിട്ട് ആ രണ്ടാമത്തത് പുളി പിഴിയലുള്ളതാണ്. അപ്പോൾ അതൊരു ബൗളോളം അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക കേട്ടോ. ഞാൻ അത്യാവശ്യം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു കുടം വെള്ളുള്ളി, അത് മുഴുവനായിട്ട് തൊലി പോക്കി അരിഞ്ഞ് വെച്ചതാണ് ഇവിടെ. അതേപോലെ കാരക്ക ശരിക്ക് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ അതേപോലെ ക്വാളിറ്റി കുറവുള്ള കാരക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുരു ഒഴിവാക്കിക്കോളൂ കേട്ടോ. നല്ല കാരക്കൊക്കെ ആണെങ്കിൽ കുരുവോടെ തന്നെ അങ്ങനെ വെച്ചോളൂ. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ അത്ര മതിയായി. ഉലുവ പൊട്ടിച്ചെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഉണ്ടമുളക് ഇട്ടെടുത്തോളൂ. ഞാനൊരു 5 ഉണ്ടമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില 3 തണ്ടോളം കറിവേപ്പില നമുക്കിതിലേക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. പച്ചമുളകും വറ്റൽമുളകും ഒക്കെ എരിവിനനുസരിച്ചിട്ട്. എരിവ് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കുറയ്ക്കാൻ മറക്കരുത്. പക്ഷേ കറിവേപ്പിലയും വെള്ളുള്ളി അത്യാവശ്യം നല്ലോണം വേണം കേട്ടോ. 2 ടീസ്പൂണോളം കാശ്മീരിൻ്റെ മുളകും പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു കളറും കിട്ടും, നല്ല കുറച്ചൊരു എരിവും കിട്ടും നമുക്ക്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് വേണം കേട്ടോ. എന്നിട്ട് ഇത് ശരിക്കൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചോവ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് കായപ്പൊടി വേണം. നമുക്കൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം വീണ്ടും ശരിക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കുത്തുന്ന മണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കാരക്ക അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരക്കൻ്റെത് കുരുവോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കാരക്ക ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തിനാ കുരുവൊക്കെ കളയുന്നത്, കുരുവൊക്കെ നല്ലതല്ലേ. പിന്നെ ആരും വിചാരിക്കേണ്ട എനിക്ക് കുരു പൊക്കാനുള്ള മടി കൊണ്ടാണെന്ന് കേട്ടോ. മടി കൊണ്ടൊന്നല്ല കേട്ടോ. പിന്നെ അത് എന്നിട്ട് കാരക്ക ഇട്ടിട്ട് നമുക്ക് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ മുളകും പിന്നെ മുളകും പൊടിയും കാരക്കയും എല്ലാം കൂടെ ഒന്ന് റെഡി ആയി വന്നതിന് ശേഷം ഒരു ബൗളോളം പുളി പിഴിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്ലോ കുക്കാണ് കേട്ടോ ഇത്. സ്ലോലി അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങനെ കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാതെ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് സമാധാനത്തിൽ അതിനങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് വറ്റി വരുന്ന സമയത്ത് തന്നെ നല്ലൊരു പൊട്ടിത്തെറിപ്പ് വരും. അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എന്നിട്ടിത് നമുക്ക് കൈയെടുക്കാതെ തന്നെ നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ വറ്റി വരും. ആ വറ്റി വരുന്ന സമയത്ത് എന്ത് രസം അറിയാം, നല്ലൊരു മണമൊക്കെ ആണ് കേട്ടോ. നമുക്കിത് റെഡി ടു കുക്ക് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി തന്നെയാണ്. ഇപ്പോഴെന്നെ ഉണ്ടാക്കി അപ്പോഴെന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്കൊക്കെ ആരെങ്കിലും വിരുന്നാർ വരികയാണെങ്കിൽ രാവിലെ തന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാനൊക്കെ പറ്റുന്ന അച്ചാറാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് വെന്ത് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഒരു ബൗളോളം പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരക്കൊക്കെ തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ. എന്നാലും ഒരു ബൗൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് വേണം. 300 ഗ്രാം കാരക്കക്ക്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കുക. ഇളക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു തിളക്കം കണ്ടില്ലേ, നമ്മൾ വല്ല ഹലുവറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടല്ലേ,
അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞോ എന്ന് നോക്കുക. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴേ തന്നെ അതിൻ്റെ ആ കുത്തൽ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോഴേ അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ തിക്കാവണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിക്കാക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് വിട്ട് വരുന്ന പരിവാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കുക. ഓഫാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ പുളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണ് അങ്ങനെ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് അതേപോലെ കാശ്മീരിൻ്റെ മുളകും പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. മറ്റേത് നല്ല കുത്തുന്ന എരിവായി പോകും. കാശ്മീരിൻ്റെ ആകുന്ന സമയത്ത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിവാണ് നമുക്ക് കിട്ടുക. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ കുറച്ചൊരു കുത്തലുണ്ടെങ്കിലും അടുത്ത ദിവസം ആകുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും. പിന്നെ നമ്മുടെ വായ അടക്കി വെക്കാൻ പറ്റുമോയെന്ന് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ അല്ലാ എന്ത് ടേസ്റ്റ് അറിയോ. സത്യം പറയുകയാണെങ്കിൽ ഞാനിത് നോമ്പിനേക്ക് പ്ലാൻ ആക്കിയിട്ട് ഉണ്ടാക്കി വെച്ചാട്ടോ. പക്ഷെ അത് നോമ്പ് ആകുമ്പോഴത്തേക്കും ഇത് ഉണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇതാണ്ട് കുറച്ച് ചൂടൊക്കെ തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബൗളിലോട്ടേക്ക് വിളമ്പുകയാണ് കേട്ടോ. മുഴുവനായിട്ട് ചൂട് തണിഞ്ഞിട്ടില്ല, കുറച്ച് ചൂട് തണിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് ബൗളിലേക്ക് വിളമ്പുന്നത്. ശരിക്കും ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് അങ്ങനെ എടുത്ത് വെച്ചോളൂ കേട്ടോ. 1 മാസമേ പുറത്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടുതൽ നിൽക്കുമോയെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഇതിലേക്ക് പ്രിസർവേറ്റീവ്സും ഇതൊന്നും ചേർക്കുന്നൊന്നുമില്ലല്ലോ. വെറും 2 ടേബിൾ സ്പൂൺ വിനിഗർ മാത്രമല്ലേ ഉള്ളൂ ചേർത്തത്. അപ്പോൾ ആരും റിസ്ക് എടുക്കണ്ട. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ വേഗം ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ പിന്നെ സേഫ് ആയല്ലോ. മാർക്കറ്റിലൊക്കെ പ്രിസർവേറ്റീവ്സിൻ്റെ അങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനത്തെ ലിക്വിഡ് 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ 1 വർഷത്തോളം പുറത്ത് തന്നെ അങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. നോമ്പൊക്കെ അല്ലേ വരുന്നത്. നോമ്പിനെ അത്താഴത്തിനൊക്കെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ഹരമായിരിക്കും. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്, അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാരക്കൻ്റെ അച്ചാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാത്തത് മുഴുവനായിട്ട് തന്നെ കണ്ടിട്ട് ട്രൈ ചെയ്യണേ.